രാജ്യസഭാ സീറ്റ് പക്ഷേ ലഭിക്കാത്തതിൽ RJDയിൽ പ്രതിഷേധം ശക്തമാണ്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കണമെന്ന് RJD LDFിൽ ആവശ്യപ്പെടും. ദേശീയതലത്തിൽ CPMനോട് ഉദാര സമീപനം കാണിക്കുമ്പോൾ കേരളത്തിൽ RJD അവഗണിച്ചുവെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞത്. കേൾക്കാം. എന്നാൽ കേരളത്തിലെ CPMന് ശക്തിയുള്ള സ്ഥലത്ത് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കാൻ മടിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോഴുള്ള ആ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികളിൽ മുഖ്യമായ RJDക്കാണ് സീറ്റും മന്ത്രിസ്ഥാനവും ഒക്കെ നിഷേധിക്കപ്പെടുന്നത്. അത് ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ RJDക്ക് മാന്യമായ ഒരു പരിഗണന തന്നുകൊണ്ട് ജനാധിപത്യപരമായിട്ട് നീതിപൂർവ്വം ഇടതുപക്ഷം പ്രവർത്തിച്ചാൽ അത് പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം ഞങ്ങളുടെ പാർട്ടിയുടെ മാത്രമല്ല പൊതുസമൂഹത്തിൽ നോക്കിക്കാണുന്നില്ലേ, അവരിതൊരു അനീതിയായിട്ട് കാണുന്നുണ്ട്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. സലീം മടവൂർ പറയുന്നതനുസരിച്ച് കൂത്തുപറമ്പിൽ നിന്നുള്ള MLA ശ്രീ മോഹനെ എനിക്ക് തോന്നുന്നു മന്ത്രിയാക്കുക എന്നതാണ് RJD ആവശ്യപ്പെടുന്നത്. LDF അത് പരിഗണിക്കാൻ സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്നും നമ്മൾ അറിയുന്നു. എന്തായാലും RJD മുന്നണി വിട്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അവരൊരു രാജ്യസഭാ സീറ്റ് കൊടുത്തു, ആ രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല. മന്ത്രിസഭാ സീറ്റിന് കൊടുക്കുന്നു, അതും കിട്ടാൻ പോകുന്നില്ല. മൊത്തത്തിൽ RJD അസംതൃപ്തരാണോ അഭിലാഷ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില പരിശോധിച്ചാൽ ഈ LDFിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ വലിയ കക്ഷിയാണ് ഈ RJD എന്ന് പറയുന്നത്. പക്ഷേ അതിനർഹമായ ഒരു പരിഗണന LDFിൽ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് RJDയുടെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം നേരത്തെ LJD ആയിരുന്ന ഈ സംഘടന RJDയുമായി ചേർന്ന് ദേശീയ സ്വഭാവം കൈവരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പോലും മന്ത്രിസഭയിലേക്ക് പോലും പരിഗണിച്ചില്ല. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലടക്കം ബീഹാറിലടക്കം വലിയ തരത്തിൽ CPMനെ RJD പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് കേരളത്തിൽ സഖ്യകക്ഷികളോട് ആ രീതിയിലുള്ളൊരു പരിഗണനയല്ല CPMന്റെ ഭാഗത്തുണ്ടാവുന്നത് എന്നുള്ള ആരോപണമാണ് അവർ ഏതായാലും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകിയ കാര്യത്തിലൂടെ വലിയ അമർഷമാണ് ഇപ്പോൾ RJDയുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് എന്ന് വേണം കരുതാൻ. കാരണം തങ്ങളും നേരത്തെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പ്രാതിനിധ്യമുണ്ടായിരുന്ന പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ആ രണ്ട് സഭകളിലും തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നുള്ള കാര്യമാണ് RJD ഇപ്പോൾ കൃത്യമായി പറയുന്നത്. അതിനായി ഈ വരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തത്. പ്രധാനമായും അവർ പറയുന്നത് തങ്ങളുടെ ശക്തി LDFിന് വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും LDFിൻ്റെ ഭാഗത്ത് നിന്ന് ഗൗനിച്ചില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. നേരത്തെ ശ്രേയാംസ് കുമാർ രാജ്യസഭയിലൊക്കെ എത്തിയിരുന്ന സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി രാജ്യസഭയിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ LDFിലുണ്ടായിരിക്കുന്ന രാജ്യസഭാ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് ആ സീറ്റ് CPM തന്നെ ഏറ്റെടുക്കാതെ മറ്റ് രണ്ട് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നുള്ള ഒരു അവകാശവാദത്തിലേക്ക് കൂടി RJD മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. RJD ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ 3 MLAമാരാണ് RJDക്ക് ഉള്ളത്. ഇതിൽ ശ്രീ മോഹനെ മന്ത്രിയാക്കണം എന്നതാണ് ആവശ്യം. നിലവിൽ LDF ഇത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നറിയില്ല. കാരണം അത് കേളുവായിരിക്കും. ഒരുപക്ഷെ ചേലക്കരയിൽ നിന്ന് രാധാകൃഷ്ണൻ ഒഴിവ് വരുന്ന വേക്കൻസിയിലേക്ക് മത്സരിച്ച് മന്ത്രിയാകാൻ സാധ്യതയുള്ളത്. ആലത്തൂരിൽ നിന്ന് MP തിരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണനു പകരം കേളുവിനെയാണ് പരിഗണിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.